CC മുകുന്ദൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. നിർണായക നീക്കവുമായി AICC UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന തീരുമാനം CC മുകുന്ദനെ അറിയിച്ചു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇന്നലെ CC മുകുന്ദനുമായി ബന്ധപ്പെട്ടിരുന്നു. ലെവിൻ തുടരുന്നുണ്ട്. ലെവിൻ, നിർണായക നീക്കമാണ് AICC ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. കാരണം CC മുകുന്ദന്റെ ജനപ്രീതി അത് തള്ളിക്കളയാനാവില്ല. കാരണം അത്രയധികം വോട്ട് നേടി അദ്ദേഹം അവിടെ വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സീറ്റില്ലെങ്കിൽ ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നു, ഞങ്ങൾ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനമാണ് നിലവിൽ CC മുകുന്ദൻ അറിയിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഷാമിൽ, സാഹചര്യം മുതലെടുത്തുകൊണ്ടുള്ള അതിവേഗത്തിലുള്ള നീക്കവുമായാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഏകദേശം DCC ഭാരവാഹിയായിട്ടുള്ള സുനിൽ അന്തിക്കാട് നാട്ടികയിൽ CC മുകുന്ദനെതിരെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ സുനിലിന്റെ പേര് ഉയർന്നു കേൾക്കുകയും ചെയ്ത ആ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നലെ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടുകൂടി അതിവേഗത്തിലുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. 100-ലധികം സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് UDFും കോൺഗ്രസും കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാട്ടിക പോലൊരു മണ്ഡലം CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ CPIയുടെയൊക്കെ അടിയുറച്ച പാർട്ടി പ്രവർത്തകരുള്ള അവർക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതയും വിഭാഗീയതയും അത് മുതലെടുക്കാനുള്ള നീക്കവുമായാണ് AICC രംഗത്തെത്തുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപും നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു മുകുന്ദന്റെ ക്യാമ്പിലുള്ള ആളുകളുമായി. ഇന്ന് അല്പസമയങ്ങൾക്ക് മുൻപും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും കോൺഗ്രസ് അംഗത്വം എടുത്തില്ലെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ഉപാധികളില്ലാതെ കോൺഗ്രസ് ആ കാര്യത്തിൽ പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് തന്നെ, മുകുന്ദൻ ക്യാമ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നലെ രാത്രിയും രമേശ് ചെന്നിത്തലയും വിളിച്ചിരുന്നു, KC വേണുഗോപാലും അദ്ദേഹത്തെ വിളിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് രാവിലെയും അവരുടെ ഫോൺ വിളികൾ മുകുന്ദന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടിക പോലൊരു മണ്ഡലത്തിൽ CC മുകുന്ദനെ കൂടെ നിർത്തുന്നത് കോൺഗ്രസിനും UDFിനും ഒക്കെ അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. 60-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് നടത്തിയെന്ന് പറയുമ്പോഴും ആ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നിൽക്കുമെന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു പെട്ടെന്നുള്ളൊരു നീക്കം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും 2 ദിവസത്തിനുള്ളിൽ മുകുന്ദൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പാർട്ടിയുടെ ഭാഗത്തു നിന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലൊരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ പാർട്ടി നേതാക്കൾ ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ അത് താൻ വെയിറ്റ് ചെയ്യും. പാർട്ടി പ്രവർത്തകനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അതിനുവേണ്ടി കാത്തിരിക്കും. പക്ഷെ അതുണ്ടായില്ല എന്നുണ്ടെങ്കിൽ 2 തരത്തിൽ മറ്റു മുന്നണികൾ, ഇതര പാർട്ടികൾ നേരത്തെ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു, BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു എന്ന് ഇന്ന് രാവിലെ നമ്മളോട് നടത്തിയ പ്രതികരണത്തിൽ തന്നെ മുകുന്ദൻ വ്യക്തമാക്കിയതാണ്. അതിനിടയിലാണ് ഈ കോൺഗ്രസിന്റെ നേരിട്ടുള്ള നീക്കം. ഒരുപക്ഷെ മുകുന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് CPIയുടെ ഭാഗമല്ലെങ്കിൽ LDFന്റെ ഭാഗമല്ലെങ്കിൽ നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ തന്നെ പ്രതികരണത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. പക്ഷേ മറിച്ച് കോൺഗ്രസിന്റെ UDFന്റെ പിന്തുണയോട് മത്സരിച്ചാൽ നാട്ടികയിൽ വീണ്ടും വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ അദ്ദേഹം കണക്കാക്കുന്നു. ആ കാര്യത്തിൽ ഒരു തീരുമാനം വേഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഒരു അവസരം മുതലാക്കാനുള്ള ഒരു നീക്കവുമായി കോൺഗ്രസ് ഒപ്പമുണ്ട്, BJPയും ഒപ്പമുണ്ട്. BJP കേന്ദ്രങ്ങളും മുകുന്ദനെ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു സാധ്യത മാത്രമാണ് ഇക്കാര്യത്തിൽ. പ്രധാനമന്ത്രി അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ എത്തുന്നുണ്ട്. BJP നേതാക്കൾ സജീവമായി അദ്ദേഹത്തെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ വെച്ച് BJP അംഗത്വം നൽകാൻ അല്ലെങ്കിൽ BJPയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒരു തീരുമാനവും ആലോചനയും ഒക്കെ BJPയുടെ ക്യാമ്പുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ തങ്ങളുടെ പാളയത്തിൽ മുകുന്ദനെ എത്തിക്കാനുള്ള AICC നേതാക്കളുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഉദ്വേഗപരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നാട്ടിക മണ്ഡലം കടന്നുപോകുന്നത്. ജില്ലയിലെ CPI വലിയ പ്രതിസന്ധി നേടുന്നു. സംസ്ഥാനത്ത് തന്നെ CPIക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടാകുന്നു. സിറ്റിംഗ് MLA ആയിട്ടുള്ള ആൾ മുൻ MLAക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ന്യൂസ് മലയാളത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഗീതാ ഗോപി എന്ന മുൻ MLA നാട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പേയ്മെന്റ് സീറ്റാണ്. അതോടൊപ്പം തന്നെ വിജിലൻസ് കേസടക്കം ഉള്ള ആളാണ്. അവരെ വീണ്ടും പരിഗണിച്ചതിന് പിന്നിൽ ചില ആളുകളുടെ താല്പര്യമാണ്. ചില നേതാക്കൾക്ക് അവസരം ലഭിക്കാത്തതിൽ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് തന്നെ ഒഴിവാക്കാനുള്ള കാരണം. താൻ ഒരു ഒറ്റത്തവണ മാത്രമാണ് മണ്ഡലത്തിൽ മത്സരിക്കുകയും
പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ടൈം വ്യവസ്ഥയടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ പൂർണ്ണമായും വെട്ടി നിർത്തുന്ന സമീപനത്തിൽ തനിക്ക് വലിയ ദുഃഖമുണ്ട്. ഇത് പാർട്ടിയെ അറിയിക്കും. ആ പ്രതിഷേധം എന്നുള്ള നിലയിൽ പരാതികൾ തൻ്റെ പക്കലുണ്ട്. ആ പരാതികൾ നേതൃത്വത്തെ അറിയിക്കും. ആ പരാതികൾ അനുകൂലകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തന്നെയാണ് ഇന്ന് അദ്ദേഹം പ്രതികരണം നടത്തിയത്. ആ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള പ്രതികരണത്തിനൊപ്പമാണ് ഇപ്പോൾ AICC നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരിക്കുന്നത്. UDF സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത ഉയർന്നു വരുന്നത്. ഏതായാലും കാത്തിരിക്കേണ്ട സമയം തന്നെയാണ്. തൃശ്ശൂരിൽ CPI സംബന്ധിച്ച് വലിയ മറുപടി പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾ CC മുകുന്ദൻ എന്ന് പറയുന്ന നേതാവിനൊപ്പം MLAയ്ക്കൊപ്പം ബഹുഭൂരിപക്ഷം നേതാക്കൾ നേതാക്കൾക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് CPIയിലെ പ്രവർത്തകർ തന്നെ LDFിൻ്റെ പ്രവർത്തകർ തന്നെ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും ആ സമയം മുകുന്ദനെ സംബന്ധിച്ചുകൊണ്ട് ഏറെ നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു പുതിയ നിലവിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ മാറ്റിവെച്ചുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥി ചർച്ച അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള അവസരം BJP ഒപ്പം പോകുന്ന അത് തങ്ങൾക്കൊപ്പം മുകുന്ദനെ നിർത്താൻ ചിന്തിക്കുന്ന ഒരവസരം ഏതായാലും കാത്തിരിക്കേണ്ട സമയമാണ്. തൃശ്ശൂർ നാട്ടികയിൽ നിന്നും CC മുകുന്ദന്റെ കാര്യത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശ്യാമിലി, ലെവിൻ, ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം ഉറപ്പായാലും സീറ്റ് നിഷേധിക്കുന്ന തരത്തിൽ CC മുകുന്ദന് രണ്ടാമത് വീണ്ടും മത്സരിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിന് നേതൃത്വത്തെ നേരിട്ടറിയിക്കാതെ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങളൊക്കെ നിലവിൽ CC മുകുന്ദൻ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പേയ്മെന്റ് സീറ്റ് എന്നുള്ളൊരു ഗുരുതര ആക്ഷേപം ആരോപണവും കൂടി ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹം. അപ്പോൾ ഈ അനുനയത്തിനുള്ള ഒരു സാധ്യത ഇത് അടയ്ക്കുമോ? ഇത്തരം പ്രതികരണങ്ങൾ, പരസ്യ പ്രസ്താവനകൾ അടയ്ക്കുമോ? CPI നേതൃത്വം എങ്ങനെയായിരിക്കും ഇതിനെ കാണുക? അദ്ദേഹത്തിന് അനുനയിപ്പിച്ച് വീണ്ടും പാളയത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ? ഇത്തരം ഗുരുതരമായ ഒരു ആക്ഷേപങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ അതിനുള്ളൊരു വാതിൽ അടയുമോ? അല്ലെങ്കിൽ ആ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? ശ്യാമിലി, ഒരു സാധ്യത മാത്രമാണ് എങ്കിൽ പോലും അതിലേക്ക് എത്തില്ല കാര്യങ്ങളെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIയുടെ നേതാക്കളുമായും CC മുകുന്ദനുമായും അടക്കം നമ്മൾ സംസാരിച്ചപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി വെട്ടുകയാണ് മുകുന്ദൻ എന്നുള്ള നിലയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം തന്നെ നമ്മളോട് ഇന്ന് രാവിലെ വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും പ്രതികരണമായി സംസാരിച്ചപ്പോഴും എല്ലാം പറഞ്ഞത് തന്നെ പാർട്ടി പുറത്താക്കുമായിരിക്കും, പക്ഷേ തൻ്റെ നിലപാടിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. CC മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം 2 മണ്ഡലം കമ്മിറ്റികളാണ് CPIക്ക് നാട്ടിക മണ്ഡലത്തിലുള്ളത്. നാട്ടിക മണ്ഡലവും ചേർപ്പ് മണ്ഡലവും. നാട്ടികയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ, മുകുന്ദൻ്റെ അടക്കം സ്വന്തം സ്ഥലത്തു നിന്നുള്ള പ്രാദേശിക നേതാക്കൾ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. മുകുന്ദൻ്റെ പേര് മണ്ഡലം കമ്മിറ്റികൾ നിർദ്ദേശിച്ചില്ല. അതായത് നാട്ടിക മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചില്ല. മറുവശത്ത് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നാണ് മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നത്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവിലും കൗൺസിലിലും മുകുന്ദൻ്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നുള്ള ആവശ്യങ്ങളും നിശ്ചിതമായ വിമർശനങ്ങളും ജില്ലാ കൗൺസിലിലും എക്സിക്യൂട്ടീവിലും ഉയർന്നു വന്നു. ഇത് ജില്ലയിലെ വിഭാഗീയത തുറന്നു കാട്ടുന്ന സമീപനമാണ്. ഈ വിഭാഗീയത നിലനിൽക്കുമ്പോഴും മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും ജില്ലാ എക്സിക്യൂട്ടീവ് സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിനിറ്റ്സ് കൈമാറിയതും വിവരങ്ങൾ നൽകിയതും. പക്ഷേ സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെ CC മുകുന്ദനെ ഒഴിവാക്കാനുള്ള ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുകുന്ദൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുമുണ്ട്. നേരത്തെ നമുക്കറിയാം ജില്ലാ സമ്മേളനത്തിൽ നടക്കം വിഭാഗീയതയെ തുടർന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമായിരുന്നു മുകുന്ദൻ ഉണ്ടായിരുന്നത്. പിന്നീട് പാർട്ടിയുമായി ദീർഘകാലം അകൽച്ചയിലായിരുന്നു. ഇതൊക്കെ തുടരുമ്പോഴും CPIയിലെ സംസ്ഥാന നേതൃത്വത്തിലെ സെക്രട്ടറി അടക്കമുള്ള ഉന്നതരായിട്ടുള്ള ചില നേതാക്കൾ അദ്ദേഹത്തോട് അനുഭാവപൂർണ്ണമായ സമീപനമാണ് സ്വീകരിച്ചത്. പാർട്ടിയിൽ തെറ്റുതിരുത്തി തിരികെ വരാനും പ്രവർത്തിക്കാനുമുള്ള അവസരം ഉണ്ടാക്കും, കുടുംബ പ്രശ്നമാണ്, അത് പരിഹരിക്കാനാകുമെന്നൊക്കെ പ്രതികരണങ്ങൾ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഒരു കരുതലും CC മുകുന്ദൻ്റെ കാര്യത്തിൽ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ വെട്ടി ഒഴിവാക്കിയെന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാം. ഒരു ടൈം മാത്രമാണ് CPI കഴിഞ്ഞ തവണ CPIക്ക് വേണ്ടി മത്സരിച്ചതിൽ, തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. MLA എന്നുള്ള നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ
അനുകൂല ഘടകങ്ങളെല്ലാം ജനകീയനാണ്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു കർഷക തൊഴിലാളി എന്നുള്ള നിലയിൽ CPI പോലുള്ള സംഘടനയിൽ പ്രവർത്തിച്ച് അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി വരെ ആയി പ്രവർത്തിക്കുകയും 60 വർഷത്തിലധികമായി CPIക്കൊപ്പം, അല്ലെങ്കിൽ അത്രയും അരനൂറ്റാണ്ടിലധിക കാലമായി CPIക്കൊപ്പം ജില്ലയിൽ അടിയുറച്ചു നിൽക്കുകയും ജില്ലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ രാഷ്ട്രീയ ഗുരു എന്നുള്ള നിലയിൽ ശ്രദ്ധേയനാവുകയുമൊക്കെ ചെയ്ത CC മുകുന്ദനെ വെട്ടി ഒഴിവാക്കുന്നതിലൂടെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ട് എന്നുള്ള കാര്യം അത് പച്ചമായി തന്നെ വെളിച്ചത്ത് വരികയാണ്. ഇതിനിടയിലാണ് BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ CC മുകുന്ദന് ഓഫറുകൾ കൂടി വരുന്ന സാഹചര്യം. ഇതിൽ മുകുന്ദൻ എവിടെ നിന്നാലും തങ്ങളൊപ്പം നിൽക്കുമെന്നുള്ള പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകുമ്പോൾ അത് CPIക്ക് മറുപടി പറയേണ്ടതുണ്ട്. LDFൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നതും മാറ്റാനാണ് UDF ശ്രമിക്കുന്നത്.